Good afternoon, all. Good afternoon, ma'am. Good afternoon. Okay, last ക്ലാസ്സിൽ നമ്മള് നാം അക്രഡിറ്റേഷൻ പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇനി നമ്മള് നാം അക്രഡിറ്റേഷൻ പ്രൊസീജിയർ ആണെന്ന് കേട്ടോ. നാം അക്രഡിറ്റേഷന്റെ ഭാഗമായിട്ട് നമ്മൾ എന്തെല്ലാം പ്രൊസീജിയേഴ്സ് ആണ് നമ്മുടെ ഹോസ്പിറ്റൽസിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നാണ്. പേജ് നമ്പർ 94 ആണ് കേട്ടോ. Module 5, page number 96. Good morning, all. Preparation of the policies and manuals. First of all, നമ്മൾ എന്ത് ചെയ്യണം? Policies and manuals prepare ചെയ്യണം. The hospital shall prepare the quality manuals, policies and procedures. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലില് നമ്മള് ലാബ് സ്റ്റാൻഡേർഡ് പറഞ്ഞതനുസരിച്ചിട്ടുള്ള ക്വാളിറ്റി മാനുവൽസ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ് and other manual required as per NAP standard. NAP standard പറഞ്ഞിട്ടുള്ള മറ്റു മാനുവൽസ് എന്തെങ്കിലും ഡോക്യുമെന്റ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അതുകൂടി പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് നമ്മൾ അക്രഡിറ്റേഷന് വേണ്ട ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യാന്നുള്ളത്. നോക്കാം. The hospital shall apply to NAP as per the instructions given in online application portal. Online application portal പറഞ്ഞിട്ടുള്ളത് പോലെ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. നാം അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം. ഹോസ്പിറ്റൽ ഷുഡ് ഫിൽ ദ ആപ്ലിക്കേഷൻ ആൻഡ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ഡീറ്റെയിൽ വെരി കെയർഫുള്ളി ആൻഡ് ദീസ് ആർ relevant to determine the scope of the service and to take care the process further. നമ്മള് ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ അത്യാവശ്യം കോൺഷ്യസ് ആയിട്ട് വേണം ആപ്ലിക്കേഷൻസ് ഫിൽ ചെയ്യാനായിട്ട്. ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കുന്ന എല്ലാ ഇൻഫർമേഷനും റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കണം. കറക്റ്റ് ആയിട്ട് കെയർഫുള്ളി നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ ആപ്ലിക്കേഷൻ നമ്മൾ ഫിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ക്രൂട്ടിനി ഓഫ് ആപ്ലിക്കേഷൻ ആണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. Scrutinizing the application. The reference ID for the application is generated once the hospital pays application fee from the make payment option of application form. നമ്മൾ സ്ക്രൂട്ടിനി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെഫറൻസ് ഐ ഡി ചെയ്തിട്ടുണ്ട്. നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്ത് ആപ്ലിക്കേഷൻ ഫീസ് പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെഫറൻസ് ഐ ഡി ജനറേറ്റ് ചെയ്യും. അത് യൂസ് ചെയ്ത് നമുക്ക് ലോഗിൻ ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടി റെഫർ ഒക്കെ ചെയ്യാനായിട്ട് നമ്മളെ ആപ്ലിക്കേഷൻ ഫോമും കാര്യങ്ങളൊക്കെ സ്ക്രൂട്ടനൈസ് ചെയ്തിട്ടുണ്ടോ, അതിനെന്തെങ്കിലും കമന്റോ അല്ലെങ്കിൽ റിമാർക്സ് കോളത്തിൽ എന്തെങ്കിലും സജഷൻസ് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോക്കാൻ പറ്റും. അത് കറക്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് പറ്റും. റെഫറൻസ് ഐ ഡി ഫോർ ദ ആപ്ലിക്കേഷൻ ഇസ് ജനറേറ്റഡ് once the hospital paid the application fee from make payment option of the online application form. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൽ മേക്ക് പേയ്മെന്റ് ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷൻ ഫീ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെഫറൻസ് ഐ ഡി ജനറേറ്റ് ചെയ്യും. ആ റെഫറൻസ് ഐ ഡി യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം സ്ക്രൂട്ടനൈസ് ചെയ്യാവുന്നതാണ്. അപ്പോ നാപ്പ് എന്തെങ്കിലും കാര്യങ്ങൾ റിമാർക്സ് കോളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാവുന്നതാണ്. നാപ്പ് ഓഫീസർ ഷാൽ സ്ക്രൂട്ടനൈസ് ദ ആപ്ലിക്കേഷൻ from intensities. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാബ് ഓഫീസിൽ എന്ത് ചെയ്യും? ഈ ആപ്ലിക്കേഷൻ നല്ല രീതിയിൽ അതിന്റെ കോമ്പിറ്റൻസിയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? സ്ക്രൂട്ടനൈസ് ചെയ്യും. ആൻഡ് ഹോസ്പിറ്റൽ മേ കറസ്പോണ്ട് ടു നാബ് ബൈ റൈറ്റിംഗ് ഇൻ ദ റിമാർക്ക് കോളം. അപ്പൊ ഹോസ്പിറ്റൽസിനും റെസ്പോണ്ട് ഒക്കെ ചെയ്യാൻ പറ്റും. റിമാർക്ക് കോളത്തിൽ അല്ലെങ്കിൽ അവര് ഏതെങ്കിലും സജഷൻസ് ഒക്കെ പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. ഓഫ് ഓൺലൈൻ പോർട്ടൽ ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ഓൺലൈൻ പോർട്ടൽ വഴി നമുക്ക് ഓൺലൈൻ പോർട്ടൽ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്ത ഓൺലൈൻ പോർട്ടൽ വഴി തന്നെ നമുക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. സാധാരണ നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ മെയിൽ ഐഡിയും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. ലൈക്ക് ഇൻഫർമേഷൻസും കാര്യങ്ങളും പിന്നീടായാലും സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണെങ്കിൽ റിമാർക്സ് കോളങ്ങളിൽ കാര്യങ്ങൾ കമന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സജഷൻസ് കാര്യങ്ങളൊക്കെ പറയുന്നത്. സോ അവർ പിന്നീടായാലും ആപ്ലിക്കേഷൻ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് സജഷൻ എന്തൊക്കെ കാര്യങ്ങൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ആണ് നോട്ടിഫിക്കേഷൻ ഓഫ് ദ പ്രിൻസിപ്പൽ അസസർ ആൻഡ് അസസ്മെന്റ് ടീം.
നമ്മൾ ആപ്ലിക്കേഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് ഫിൽ ചെയ്തു, ഫയൽ ചെയ്തു, ആപ്ലിക്കേഷൻ ഫീ അടച്ചു, നമ്മൾ നാബ് ഓഫീസർ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം സ്ക്രൂട്ടനൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നാബ് എന്ത് ചെയ്യും? നാബ് എന്ത് ചെയ്യുന്ന വെച്ചാൽ പ്രിൻസിപ്പൽ അസസറിന് എന്ത് ചെയ്യും? അപ്പോയിന്റ് ചെയ്യും. The NAB shall appoint the principal assessor who have the overall responsibility of conducting the assessment for the hospital and a team of other assessors. അപ്പൊ നാബ് എന്ത് ചെയ്യും? ഒരു പ്രിൻസിപ്പൽ അസസറിനെ എന്ത് ചെയ്യും? അപ്പോയിന്റ് ചെയ്യും. അദ്ദേഹത്തിനാണ് ഹോസ്പിറ്റലിൽ പോയി കാര്യങ്ങൾ അസസ് ചെയ്ത് അവിടെ ഓവറോൾ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ഈ പ്രിൻസിപ്പൽ അസസർക്കാണ്. പ്രിൻസിപ്പൽ അസസറിനൊപ്പം ഒരു ടീം ഓഫ് അസസേഴ്സ് കൂടി ഉണ്ടാവും. He or she will calculate the adequacy of the document including the quality manuals. അപ്പൊ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഡോക്യുമെന്റ്സും മാനുവൽസും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ആ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റ്സിന്റെ ആഡിക്വൻസി, അതേപോലെ അതെല്ലാം കറക്റ്റ് ആയിട്ട് ക്വാളിറ്റി മാനുവൽസിൽ പറഞ്ഞതുപോലെ തന്നെയാണോ ഈ ഹോസ്പിറ്റലിൽ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നത് എന്ന് ക്രോസ് ചെക്ക് ചെയ്യും. He or she will calculate the adequacy of all documents including the quality manuals, policies and procedures and other department manuals as mandated by standard. അപ്പോൾ നമ്മൾ ക്വാളിറ്റി മാനുവൽസ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ്, ഇനി എനി അതർ ഡിപ്പാർട്ട്മെന്റ് മാനുവൽസ് ഉണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യും. ഇത് പറഞ്ഞിരിക്കുന്ന പോലെയാണോ നമ്മൾ ഫോളോ ചെയ്യുന്നത്, ക്വാളിറ്റീസും കാര്യങ്ങളും ഫോളോ ചെയ്യുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യും? ക്രോസ് ചെക്ക് ചെയ്യും. നാബ് അക്രഡിറ്റേഷൻ പ്രൊസീജിയർ ആണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ പോളിസി, അതേപോലെ തന്നെ മാനുവൽസ്, പ്രൊസീജിയേഴ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? നോക്കി ക്വാളിറ്റി മാനുവൽസ് ഒക്കെ പ്രിപ്പയർ ചെയ്യും. ഫസ്റ്റ് ഓഫ് ഓൾ അത് പ്രിപ്പയർ ചെയ്യുന്നു. ദെൻ ആണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്. ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്. നമ്മൾ റെലവന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ ഫിൽ ചെയ്യുന്നത് നമ്മൾ കെയർഫുള്ളി അത് എൻറ്റർ ചെയ്തതിനു ശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്യാണ്. എൻറ്റർ ചെയ്തതിനു ശേഷം നമുക്കപ്പം തന്നെ റെഫറൻസ് ഐ ഡി ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. മേക്ക് പേയ്മെന്റ് ഓപ്ഷൻ, പേയ്മെന്റ് കൂടി കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് റെഫറൻസ് ഐ ഡി ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നാബ് ഓഫീസർ ഈ ആപ്ലിക്കേഷൻ സ്ക്രൂട്ടനൈസ് ചെയ്യും. അദ്ദേഹത്തിന് എന്തെങ്കിലും റെസ്പോൺസോ കാര്യങ്ങളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ റിമാർക്ക് കോളത്തിലാണ് അത് റെസ്പോണ്ട് ചെയ്യുന്നത്. ദെൻ ഇത് സ്ക്രൂട്ടനൈസേഷനും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നാബ് എന്ത് ചെയ്യും? പ്രിൻസിപ്പൽ അസസറിനെ അസസ്മെന്റിന് വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്യും. പ്രിൻസിപ്പൽ അസസറും അദ്ദേഹത്തിന്റെ ടീമുമാണ് അസസ്മെന്റ് പ്രൊസീജിയർ ഹോസ്പിറ്റലിൽ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം നമ്മൾ ഈ ഡോക്യുമെന്റ്സിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ക്വാളിറ്റീസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തും. ഓക്കെ, ഒന്ന് റീഡ് ചെയ്ത് നോക്കിയേ.
എല്ലാവരും വായിച്ചു നോക്കിയാലോ? ക്ലിയർ ആണല്ലോ? Then നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് അസസ്മെന്റ് കണ്ടക്ടഡ് ബൈ NAV ആണ്. നമ്മൾ അസസ്മെന്റ് നോക്കല്ലേ, പ്രിൻസിപ്പൽ അസസർ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ വരുന്നു, ഈ പറഞ്ഞ പോളിസീസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നു. അത് ഓൺ സൈറ്റ് അസസ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസസ്മെന്റ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അതിൽ ഏതൊക്കെയാണ് ആ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസസ്മെന്റ് എന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. Now, in coordination with the hospital, we choose to follow one of the following methods for conduct of an assessment based on environmental factors prevailing in the region in order to ensure business continuity in its operation without compromising on quality. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലുകളായിട്ട് ഏകോപിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, അസസ്മെന്റ് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. താഴെ പറയുന്ന മെത്തേഡ്സ് ആണ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അസസ്മെന്റ്സ് എന്ന് പറയുന്നത്. ഓൺ സൈറ്റ് അസസ്മെന്റ് ആണ്. നമ്മൾ ആ ഒരു പ്ലേസിൽ ചെന്ന്, ഹോസ്പിറ്റലിൽ ചെന്ന് കാര്യങ്ങൾ, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ചെന്ന് കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അസസ്മെന്റ് കണ്ടക്ട് ചെയ്യുന്നു. അങ്ങനെ ഡെസ്ക്ടോപ്പ് അസസ്മെന്റ് ഉണ്ട്, റിമോട്ട് അസസ്മെന്റ് ഉണ്ട്, ലാസ്റ്റ് ഹൈബ്രിഡ് അസസ്മെന്റ് ഉണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസസ്മെന്റ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ബിസിനസ് കണ്ടിന്യൂറ്റിനെ അഫക്ട് ചെയ്യാത്ത രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അസസ്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. ബിസിനസ് കണ്ടിന്യൂറ്റിനെ അഫക്ട് ചെയ്യാനും പാടില്ല, അവരുടെ ഓപ്പറേഷൻ കാര്യങ്ങളിൽ നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ലാബ് അസസ്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഓൺ സൈറ്റ് അസസ്മെന്റ് ആണ് നമ്മൾ കേട്ടിട്ടുള്ളതും കോമൺലി നമ്മൾക്ക് അറിയാവുന്നതുമായിട്ടുള്ള അസസ്മെന്റ് ആണ് ഇത് ഓൺ സൈറ്റ് അസസ്മെന്റ്. The assessors nominated by NAV make a visit to healthcare organization for a predefined day based on bed strength of the hospital. നമ്മൾ ഓൺ സൈറ്റ് അസസ്മെന്റ് കണ്ടക്ട് ചെയ്യും. അസസറിനെ നോമിനേറ്റ് ചെയ്യുന്നത് ആരാണ്? NAV ആണ്. എന്ത് ചെയ്യും, ഒരു വിസിറ്റ്, ഒരു പ്രീഡിഫൈൻഡ് ഡേയിൽ ആ ഒരു വ്യക്തി ആ ഒരു ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യും. The assessor verify the documents, അത് പ്രൊവൈഡ് ചെയ്യുന്ന ഡോക്യുമെന്റ്സും കാര്യങ്ങളും വെരിഫൈ ചെയ്യും. അവിടുത്തെ ഫെസിലിറ്റീസുകൾ എന്ത് ചെയ്യും, വെരിഫൈ ചെയ്യും, നമ്മളത് ഇവാലുവേറ്റ് ചെയ്യും. ആൻഡ് കണ്ടക്ട് ഇന്റർവ്യൂ ഇൻ പേഴ്സൺ അറ്റ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. അതേപോലെ തന്നെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലെ പേഴ്സൺസിനെ ഇന്റർവ്യൂ ചെയ്യും. The hospital need to bear the cost of the assessor travel and stay. അപ്പൊ ഈ അസസറിന്റെ കോസ്റ്റ് ഓഫ് ട്രാവലും അതേപോലെ തന്നെ സ്റ്റേ ചെയ്യുമല്ലോ. ചിലപ്പോ ആ ഒരു പ്ലേസിൽ ചിലപ്പോ റൂം എടുത്ത് അവിടെ നിൽക്കായിരിക്കും, സ്റ്റേ ചെയ്തുകൊണ്ടായിരിക്കും അസസ്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. സോ ആ വരുന്ന ചെലവ് ഫുള്ള് മാറി വലിക്കണം, നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ബിയർ ചെയ്യേണ്ടതായിട്ട് വരും. ഫസ്റ്റ് ഓഫ് ഓൾ ഓൺ സൈറ്റ് അസസ്മെന്റ് ആണ്. ഓൺ സൈറ്റ് അസസ്മെന്റ് എന്ന് പറയുന്നത് അസസർ എന്ത് ചെയ്യും, ലാബ് അസസറിനെ നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു പ്രീഡിഫൈൻഡ് ഡേയില് നമ്മുടെ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യും. അവിടെ ബെഡ് സ്ട്രെങ്ത്തിനെ കുറിച്ചിട്ടും അവിടെയുള്ള ഡോക്യുമെന്റ്സിനെ കുറിച്ചിട്ടും ഫെസിലിറ്റീസിനെ കുറിച്ചിട്ടും ഒക്കെ നല്ല രീതിയിൽ പഠനം എന്ത് ചെയ്യും, പഠനം നടത്തും. ഇത് കൂടാതെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്ത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സണെ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യും. അതുപോലെ തന്നെ ഈ അസസ്മെന്റിന് വരുന്ന ചെലവുകൾ, ചില അസസറുടെ ട്രാവൽ കോസ്റ്റ്, അതേ കോസ്റ്റ് ഓഫ് ട്രാവൽ, സ്റ്റേ, അവിടെ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് സ്റ്റേ ചെയ്യുമ്പോൾ അതിന് കൊടുക്കേണ്ട റെന്റും കാര്യങ്ങളൊക്കെ ആര് തന്നെ വഹിക്കേണ്ടതായിട്ട് വരും, ഹോസ്പിറ്റലിൽ തന്നെ വഹിക്കേണ്ടതായിട്ട് വരും. ഹോസ്പിറ്റലാണ് അതിന് വേണ്ട ഫണ്ടും കാര്യങ്ങളും കൊടുക്കേണ്ടത്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് അസസ്മെന്റ് ആണ് ഡെസ്ക്ടോപ്പ് അസസ്മെന്റ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് അസസ്മെന്റ് ആണ് ഇത് desktop assessment. In this type of assessment, the healthcare organization may submit information and documents and the checklist, which is based on the application standard for the hospital, and the same shall be renewed by NAV assessor. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സും ഇൻഫർമേഷൻസും ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, അസസർക്ക് സബ്മിറ്റ് ചെയ്യും.
അപ്പൊ ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ സ്റ്റാൻഡേർഡ്സ് ഞാൻ പറഞ്ഞിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യും, അതൊക്കെ ചെക്ക് ചെയ്യും. ആൻഡ് then the decision on the continuation of the accreditation shall be based upon the recommendation made by the assessor. അപ്പൊ ഡെസ്ക്ടോപ്പ് അസസ്മെന്റിന്റെ ബേസിലാണ് നമ്മൾ അസസ്മെന്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഫിക്സ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാലേ ഈ അസസ്മെന്റ് നമ്മള് പ്രീ അസസ്മെന്റ് ഉണ്ട്, പോസ്റ്റ് അസസ്മെന്റ് ഉണ്ട്. പ്രീ എന്ന് പറയുമ്പോൾ മുമ്പ് കണ്ടക്ട് ചെയ്യുന്നതാണ്. ഈ ഡെസ്ക്ടോപ്പ് അസസ്മെന്റ് എന്ന് പറയുന്നത് പ്രീ അസസ്മെന്റ് ആണ്. അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുമ്പാണ് നമ്മൾ ഈ അസസ്മെന്റ് മുമ്പ് കണ്ടക്ട് ചെയ്യും. അസസ്മെന്റ് ചെയ്തത് കാര്യമുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുടെ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ ആദ്യം വെരിഫൈ ചെയ്യും, ക്രോസ് ചെക്ക് ചെയ്യും. അതിനുശേഷം എന്തെങ്കിലും നമുക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ മാറ്റി വരുത്തുന്നതുണ്ടെങ്കിൽ അവരോട് നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതിനുശേഷമായിരിക്കും ഓൺ സൈറ്റ് അസസ്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്, ഹോസ്പിറ്റലിലേക്ക് നേരിട്ട് ചേർന്ന അസസ്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഡെസ്ക്ടോപ്പ് അസസ്മെന്റ് എന്ന് മനസ്സിലായോ? നമ്മൾ ഡോക്യുമെന്റ്സും കാര്യങ്ങളും ക്രോസ് ചെക്ക് ചെയ്യുന്നതിനെയാണ് ഡെസ്ക്ടോപ്പ് അസസ്മെന്റ് എന്ന് പറയുന്നത്. നമ്മളുടെ മുന്നിലുള്ള ഡോക്യുമെന്റ്സ്, നമ്മുടെ ഡെസ്കിൽ മുമ്പിലുള്ള ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു, ക്രോസ് ചെക്ക് ചെയ്യുന്നു. അതിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യങ്ങൾ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, അവർക്ക് വേണ്ട റെക്കമെൻഡേഷൻ ഒക്കെ കൊടുക്കുന്നു. ഹോസ്പിറ്റലിൽ എന്തെങ്കിലും മാറ്റങ്ങളോ വരുത്താനൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ട റെക്കമെൻഡേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഹോസ്പിറ്റലിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അത് ആ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ ഉണ്ടല്ലോ, അപ്പൊ അദ്ദേഹത്തിനോടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം അവരതെല്ലാം കറക്റ്റ് ചെയ്തതിനു ശേഷമായിരിക്കും നമ്മൾ ഏത് അസസ്മെന്റ്, ഓൺ സൈറ്റ് അസസ്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. എന്താണ് ഡെസ്ക്ടോപ്പ് അസസ്മെന്റ് എന്ന് മനസ്സിലായോ? ഒന്ന് റീഡ് ചെയ്ത് നോക്കി. ഓൺ സൈറ്റ് അസസ്മെന്റ്, ഡെസ്ക്ടോപ്പ് അസസ്മെന്റ്, സിമ്പിൾ ആണ് അത്. ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് നോക്കണം. മോക്ക് ടെസ്റ്റിൽ വരുന്ന പോലെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. മോക്ക് ടെസ്റ്റ് ഒരു അറ്റൻഡ് ചെയ്ത് നോക്കുമ്പോ നമുക്ക് ക്വസ്റ്റ്യൻസിനെ കുറിച്ച് ഏകദേശം ധാരണ കിട്ടും. ചെയ്ത് നോക്കിയിട്ടുണ്ടോ മോക്ക് ടെസ്റ്റ്? എല്ലാവരും അത് റീഡ് ചെയ്തതിനു ശേഷം ചെയ്ത് നോക്കാട്ടെ. മോക്ക് ടെസ്റ്റ് നമ്മള് ഇന്നത്തെ ടോപ്പിക് ഒന്ന് റീഡ് ചെയ്തിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്യാം. റീഡ് ചെയ്തോ ഓൺ സൈറ്റ് അസസ്മെന്റ്, ഡെസ്ക്ടോപ്പ് അസസ്മെന്റ്? റീഡ് ചെയ്തിട്ട് പറഞ്ഞേ. ദെൻ നമ്മൾ ഇനി നോക്കാൻ പോകുന്ന അസസ്മെന്റ് ആണ് റിമോട്ട് അസസ്മെന്റ്. ഇത് നോക്കാൻ പോകുന്ന അസസ്മെന്റ് ആണിത്, റിമോട്ട് അസസ്മെന്റ്. In this type of assessment, the assessor does not go to the healthcare organization. ഈ ഒരു ടൈപ്പ് ഓഫ് അസസ്മെന്റിൽ അസസ്സർ എവിടെ പോയില്ല, ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ പോവില്ല. In a person, but conduct the entire assessment from a remote location through the use of vital platforms. നമ്മൾ ഈ ഒരു റിമോട്ട് ലൊക്കേഷൻ ഇട്ടുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ആ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടുള്ള എൻ്റയർ ഇൻഫർമേഷൻസും കാര്യങ്ങളും, വൈറ്റൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, അസസ് ചെയ്യും. ഹോസ്പിറ്റൽ നീഡ് ടു പ്രൊവൈഡ് ദ ഓൺലൈൻ പ്ലാറ്റ്ഫോം. There are nominal overhead charges for hospital which they need to pay. നമ്മള് വൈറ്റൽ പ്ലാറ്റ്ഫോം വഴിയാണ് എന്ന് പറഞ്ഞില്ലേ, ഓൺലൈൻ പ്ലാറ്റ്ഫോം തന്നെയാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയാണ് ഒരു അസസ്മെന്റ് കാര്യങ്ങളും കണ്ടക്ട് ചെയ്യുന്നത്. അതിന് വരുന്ന ഓവർഹെഡ് ചാർജസ് ഉണ്ടാവും. അത് ആര് പേ ചെയ്യണം? കമ്പനി പേ ചെയ്യേണ്ടതായി വരും. മേ ബി ക്വസ്റ്റിനെയേഴ്സ് ഒക്കെ പോലെ ആയിരിക്കും. ആ ഒരു പർട്ടിക്കുലർ ഏരിയയില് സാമ്പിൾസിനെ കളക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, സാമ്പിൾസ് ഉദ്ദേശിക്കുന്നത് സർവേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന വ്യക്തികളായിരിക്കും.
അവർക്ക് വേണ്ട അവരോട് നമ്മൾ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മൾ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അസസ്മെന്റ് നടത്താണ്ട്. റിമോട്ട് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് കോമൺലി കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് അസസ്മെന്റ് ആണ് റിമോട്ട് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ അസസ്സർ നേരിട്ട് ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലേക്ക് പോകുന്നില്ല. ബട്ട് അവിടെ എന്തെങ്കിലും അസസ്മെന്റ് ഒരു റിമോട്ട് ലൊക്കേഷൻ ഉള്ളതുകൊണ്ട് വൈറ്റൽ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ ഹെൽപ്പോട് കൂടി എന്ത് ചെയ്യുന്നു അസസ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഹോസ്പിറ്റൽ ഇതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിന് കുറച്ച് ഫീ അല്ലെങ്കിൽ ഓവർ ഹെഡ് ചാർജസും കാര്യങ്ങളും വരും. അത് ആരാണ് മെയിൻറ്റെയിനായിട്ട് വരാം? നമ്മളുടെ ഹോസ്പിറ്റലായിരുന്നു ഈ വരുന്ന ചാർജസും കാര്യങ്ങളും പേ ചെയ്യുന്നതായിട്ട് വരുന്നത്. നെക്സ്റ്റ് മെത്തേഡ് ആണ് ഹൈബ്രിഡ് അസസ്മെന്റ്. നെക്സ്റ്റ് മെത്തേഡ് ആണ് ഹൈബ്രിഡ്. In this type of assessment, one assessor may be physically present in healthcare organization during the audit. അപ്പോ ഒരു അസസ്സർ ചില പ്രിൻസിപ്പൽ അസസ്സർ ആയിരിക്കും, അദ്ദേഹം ഫിസിക്കലി എന്ത് ചെയ്യും ആ ഒരു അസസ്മെന്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഓൺലൈൻ പ്ലാറ്റ്ഫോം ലൈക്ക് എന്താ പറയാ നമ്മള് ഗൂഗിൾ ഫോംസ് വഴി നമുക്ക് ക്വസ്റ്റ്യനെയേഴ്സ് ഒക്കെ സെൻഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സർവേ പോലെ കണ്ടക്ട് ചെയ്യാൻ പറ്റില്ലേ? ഗൂഗിൾ ഫോംസ് വഴിയോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമ്മളിപ്പോ ഇത് നമ്മൾ പറയുകയാണെങ്കിൽ റേറ്റിംഗ് കൊടുക്കില്ലേ, ഓൺലൈനായിട്ട് ഓരോ ഹോസ്പിറ്റൽസിനും റേറ്റിംഗ് കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് ഇല്ലേ? അപ്പൊ അങ്ങനെ റേറ്റിംഗ് കൊടുക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ പഠനം നടത്തിയിട്ട് ആ റേറ്റിംഗിന്റെ ബേസിൽ ആ ഒരു കാര്യങ്ങൾ അവരുടെ ക്വാളിറ്റിയും കാര്യങ്ങളും കൊടുക്കുന്നതിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അസസ്മെന്റ് കണ്ടക്ട് ചെയ്യാണ്. അപ്പൊ ഹൈബ്രിഡ് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൺ അസസ്സർ എന്ത് ചെയ്യും ഫിസിക്കലി നേരിട്ട് ഹോസ്പിറ്റലിലേക്ക് എന്ത് ചെയ്യും ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലേക്ക് ചെന്ന് അവിടുത്തെ കാര്യങ്ങളും ഓഡിറ്റും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യും. മറ്റുള്ള അസസ്സേഴ്സ് ഈ വൈറ്റൽ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി ഒരു റിമോട്ട് ലൊക്കേഷനിൽ ഇരുന്നുകൊണ്ട് ഇതിനെ കുറിച്ച് ഈ ഓഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ അവരെന്ത് ചെയ്യും ക്രോസ് ചെക്ക് ചെയ്യും. അതേപോലെ മറ്റുള്ള ഇൻഫർമേഷൻസ് ഒക്കെ അവര് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി കളക്ട് ചെയ്യും. അപ്പൊ ഹൈബ്രിഡ് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിമോട്ട് അസസ്മെന്റിന്റെയും ഓൺസൈറ്റ് അസസ്മെന്റിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് ഏത് ഹൈബ്രിഡ് അസസ്മെന്റ് എന്ന് പറയുന്നത്. In this type of assessment, one assessor may be physically presented in healthcare organization during the audit, and other assessor will be doing the audit from a remote location through the use of vital platform. Our vital platform use കൊണ്ട് മറ്റു അസസ്സേഴ്സ് എന്ത് ചെയ്യുന്നു ഈ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ കളക്ട് ചെയ്യുന്നു. ഒരു വ്യക്തി ക്ലസ്റ്റർ ആവും, അദ്ദേഹം എന്ത് ചെയ്യുന്നു ഹോസ്പിറ്റലിലേക്ക് നേരിട്ട് ചെന്ന് കൂടുതൽ ഇൻഫർമേഷൻസ് ഒക്കെ അവര് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പ് നൽകും, വെരിഫൈ ചെയ്യുന്നു. അപ്പൊ റിമോട്ട് അസസ്മെന്റ് ഹൈബ്രിഡ് അസസ്മെന്റ് ഒന്ന് റീഡ് ചെയ്തേ. ഓക്കെ, ഞാൻ പറഞ്ഞില്ല റിമോട്ട് അസസ്മെന്റിന്റെ കേസിൽ വൈറ്റൽ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞല്ലേ, ഇതില് നമ്മൾ റേറ്റിംഗിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേഷ്യൻസ് നമ്മുടെ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന റേറ്റിംഗ് കാര്യങ്ങള്, അതേപോലെ തന്നെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റങ്ങൾ HMS കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തെ കുറിച്ച് നല്ല രീതിയിൽ അവരെന്തെങ്കിലും പഠനങ്ങൾ നടത്തും. പേഷ്യന്റ് റെക്കോർഡ്സ് ഉണ്ടാവും അല്ലെ, ഹോസ്പിറ്റലിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള പേഷ്യന്റ് റെക്കോർഡ്സും കാര്യങ്ങളും അതും ക്രോസ് ചെക്ക് ചെയ്ത് കാര്യങ്ങൾ കറക്റ്റായിട്ട് വെരിഫൈ ചെയ്യും. പിന്നെ എന്താണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് സിസ്റ്റം ഉണ്ട്. ഓരോ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് സിസ്റ്റം അതെല്ലാം വെരിഫൈ ചെയ്തുകൊണ്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നത് നമ്മള് ഈ ഒരു അസസ്മെന്റ് ചെയ്യുന്നത്.
അതേപോലെ മൊബൈൽ ആപ്സ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അസസ്മെന്റ് ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റൽസിന് അതിൻ്റെതായ ഒരു ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും. ആപ്ലിക്കേഷൻസ്, ആ ഒരു ആപ്ലിക്കേഷൻ വഴി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പേഷ്യൻസിൽ നിന്ന് ഹോസ്പിറ്റലിനെ റേറ്റ് ചെയ്യാനായിട്ട് പറയും, അല്ലെങ്കിൽ അവരിൽ നിന്ന് ഇൻഫർമേഷൻസ് ആ ഒരു പ്ലാറ്റ്ഫോം വഴി കളക്ട് ചെയ്തിട്ട് അവര് നമ്മുടെ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്ത സർവീസിന് സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്നൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് ആ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. റിമോട്ട് അസിസ്റ്റന്റ് എക്സാമ്പിൾ ചോദിച്ചതുകൊണ്ട് പറഞ്ഞേണ്ട. എന്നാ റീഡ് ചെയ്ത് നോക്കട്ടെ റിമോട്ട് അസിസ്റ്റന്റ്. റീഡ് ചെയ്തിട്ട് പറയണം കേട്ടോ. ഓക്കെ, ദെൻ കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. സാധാരണ രീതിയിൽ മിക്ക ഓർഗനൈസേഷൻസും ഇമെയിൽ ഐ ഡിയും ടെലിഫോൺ കോൾസും വഴിയൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുക. ബട്ട് നമ്മള് എന്താ പറയാ, ഒരു ഡോക്യുമെന്റ് ആയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിലൊരു റീമാർക്ക് കോളം ഉണ്ട്. ഈ റീമാർക്ക് കോളം വഴിയാണ് ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനും ഈ ഒരു അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ ലാബും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വരുന്നത്. സോ നമുക്ക് പിന്നീടായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഒരു എന്താ പറയാ, ഒരു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആയിട്ട് അല്ലെങ്കിൽ റെക്കോർഡായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാനായിട്ട് പറ്റും. നോക്കാം. ഓൾ ആപ്ലിക്കൻസ് ആൻഡ് accredited healthcare organizations are strongly advised to use remark column at online portal for all communication. അപ്പോൾ എല്ലാ ആപ്ലിക്കൻസും ഇതേപോലെ തന്നെ അക്രിഡേറ്റ് ചെയ്യാനുള്ള എല്ലാ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസും നമ്മൾ ഈ റീമാർക്ക് കോളം വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് അഡ്വൈസ് ചെയ്യുന്നത്. The hospitals are strongly discouraged to communicate through telephone or email to secretariat member, as communication cannot be saved as a part of a particular healthcare record. അപ്പോൾ നമ്മള് കൂടുതലായിട്ടും ടെലിഫോൺ വഴിയും ഇമെയിൽ വഴിയും എന്താ ഈ കമ്മ്യൂണിക്കേഷൻ വേണം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അധികം എന്ത് ചെയ്യുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഇൻഫർമേഷൻ ടെലിഫോൺ വഴി പറയുന്ന എല്ലാ വിവരവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റെക്കോർഡായിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റില്ല. ഇമെയിൽ ആണെങ്കിലും നമുക്ക് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാം, എന്നാലും ഒരു പരിധിവരെ നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. സോ നമ്മളൊരു ആപ്ലിക്കേഷൻ ഫോമിൽ തന്നെ റീമാർക്കോളം വഴി നമ്മൾ കാര്യങ്ങൾ കൊടുക്കുന്ന ഒരു കമന്റ് പോലെ, അല്ലെങ്കിൽ നമ്മളോട് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവുകയാണെങ്കിൽ അത് പിന്നീട് റെക്കോർഡായിട്ട് തന്നെ അതവിടെ ഉണ്ടാവും. അത് പിന്നീടായാലും പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് ഹെൽപ്ഫുൾ ആണ്. മേ നോട്ട് ബി അവൈലബിൾ ഫോർ ഫ്യൂച്ചർ പർപ്പസ്. ഇമെയിലും ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ ഒന്നും മേ ബി അവൈലബിൾ ആകണമെന്നില്ല. The metrics of the communication is available at NAB's website. നമുക്ക് അതിന്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്നുള്ളത് ഈ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിന്റെ മെട്രിക്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോ ചാനൽ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫോംസിൽ അല്ലെങ്കിൽ ആ ഓൺലൈൻ പോർട്ടലിൽ റീമാർക്ക് കോളം വഴിയായിട്ട്
എല്ലാ കമ്മ്യൂണിക്കേഷനും നമ്മുടെ റെഫറൻസ് ഐ ഡി വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമാർക്സ് കോൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോടുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഹോസ്പിറ്റലിന് വേണ്ട സജഷൻസും കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ടാവും. എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ലാബ് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ടെലിഫോണും ഇമെയിൽ വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ അധികം അഡ്വൈസ് ചെയ്യുന്നില്ല. കാരണം നമുക്ക് പിന്നീടായാലും അതൊരു റെക്കോർഡായിട്ട് സൂക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് അസസ്മെന്റ് ആണ്. ഇത് പറയുന്നത് പ്രോ അസസ്മെന്റ് ആണ്. NAB had made pre-assessment optional. Pre-assessment optional ആയിട്ടാണ് സോറി pre-assessment optional ആയിട്ടാണ് NAB പറയുന്നത്. Pre-assessment എന്ന് പറഞ്ഞാൽ ആക്ച്വൽ അസസ്മെന്റിന് മുമ്പുള്ള അസസ്മെന്റിനെയാണ് പ്രീ അസസ്മെന്റ് എന്ന് പറയുന്നത്. Those hospital which do not want to undergo pro assessment shall provide in writing the remark column of online application form. ആർക്കൊക്കെയാണ് പ്രീ അസസ്മെന്റ് കാര്യങ്ങൾ വേണ്ടാത്തത് എന്നുള്ളത് റിമാർക്ക് കോളം വഴി നമ്മൾ എന്ത് ചെയ്യണം, നാബിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. However, NAB shall conduct the pre-assessment for those hospitals which are the issuers for the same. ചില ഹോസ്പിറ്റൽസ് നാബിനോട് റിക്വസ്റ്റ് ചെയ്യും, നിങ്ങൾ പ്രീ അസസ്മെന്റ് ഒന്ന് ചെയ്ത് നോക്കൂ, ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും പോളിറ്റിക്സ് ആണ് ഫോളോ ചെയ്യുന്നത്, ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്നുള്ള രീതിയിൽ നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ the principal assessor and other assessor as applicable are assigned to the job of pre-assessment. അത് അസസ്മെന്റ് തന്നെ കേട്ടോ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അസസ്മെന്റ് ആക്കാം. നേരത്തെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. പ്രീ അസസ്മെന്റ് എന്നാണ്, അതൊരു പ്രോ എന്നാണ് എടുക്കുന്നത്, അത് മിസ്റ്റേക്ക് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടത്? പ്രീ എന്നാണ്, പ്രീ അസസ്മെന്റ് എന്നാണ് ഞാനത്. കണ്ടോ, ഇത് പ്രീ അസസ്മെന്റ് എന്നാണ്. പ്രോ അസസ്മെന്റ് കണ്ടോ, പ്രോ അസസ്മെന്റ് തന്നെ, അത് മിസ്റ്റേക്ക് ആണ്. അതേപോലെ തന്നെ ഇവിടെ അസസ്മെന്റ് എന്നാണ്, ഇവിടെ മിസ്റ്റേക്ക് ഉണ്ട്, ഇവിടെ മിസ്റ്റേക്ക് ഉണ്ട്. അങ്ങനെ ഒന്ന് എഡിറ്റ് ചെയ്യണേ നിങ്ങളുടെ ബുക്കില്. എനിക്ക് തോന്നുന്നു ഈ PDF-ലാണ്. നിങ്ങളുടെ ബുക്കിൽ മിസ്റ്റേക്ക് ഉണ്ടോ? കറക്റ്റ് ആയിട്ടാണോ എഴുതിക്കുന്നത്? മിസ്റ്റേക്ക് ഉണ്ട്, ഓക്കെ. ഉണ്ടെങ്കിൽ അതൊന്ന് എഡിറ്റ് ചെയ്തിട്ട് അസസ്മെന്റ് തന്നെയാണ്. അപ്പോ എല്ലാ ഹോസ്പിറ്റലും പ്രീ അസസ്മെന്റ് ചെയ്യണമെന്നില്ല. നാബ് ഓപ്ഷണൽ ആയിട്ടാണ് പ്രീ അസസ്മെന്റ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആർക്കൊക്കെയാണ് പ്രീ അസസ്മെന്റ് വേണമെങ്കിൽ അത് നമ്മൾ റിമാർക്സ് കോളം വഴി ഹോസ്പിറ്റല് നാബിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നാബ് പ്രീ അസസ്മെന്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഷാൽ ബി കണ്ടക്ട് പ്രീ അസസ്മെന്റ് ഫോർ ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുമല്ലോ, ആഗ്രഹമുള്ള അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നവർക്ക് മാത്രമേ പ്രീ അസസ്മെന്റ് ചെയ്യാറുള്ളൂ. പ്രിൻസിപ്പൽ അസസ്സറും പിന്നെ മറ്റുള്ള അസസ്സറുമാണ് അസസ്മെന്റ് ഓഫീസേഴ്സ് ആണ് ഈ അസസ്മെന്റ് പ്രൊസീജിയർ ചെയ്യുന്നത്. The principal assessor shall submit the pre-assessment report online. പ്രിൻസിപ്പൽ അസസ്സർ എന്ത് ചെയ്യും, ഈ അസസ്മെന്റ് കണ്ടക്ട് ചെയ്തതിനു ശേഷം അസസ്മെന്റ് റിപ്പോർട്ട് ഓൺലൈൻ ആയിട്ട് സബ്മിറ്റ് ചെയ്യും. അപ്പോ ഓൺലൈൻ ആയിട്ട് സബ്മിറ്റ് ചെയ്യുന്ന അസസ്മെന്റ് റിപ്പോർട്ട് ഹോസ്പിറ്റലിനെ ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഹോസ്പിറ്റൽ ഷാൽ ടേക്ക് കറക്റ്റീവ് ആക്ഷൻ ഓൺ നോൺ കൺഫോമിറ്റി. ചിലപ്പോൾ പൊരുത്തക്കേടുകൾ ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ നമ്മള് അവരെ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്ക് പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ അത് പ്രിൻസിപ്പൽ അസസ്സർ ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കണം. The hospital shall take corrective action on the non-conformity raised by the principal assessor or team. ടീമോ പ്രിൻസിപ്പൽ അസസ്സറോ പറയുന്ന നോൺ കൺഫോമിറ്റീസ് ഉണ്ടാവും, പൊരുത്തക്കേടുകൾ, അത് നമ്മൾ കറക്റ്റ് ചെയ്യണം. The hospital shall in any case be required to pay requested annual fee before the final assessment. ചില കേസുകളിൽ മാത്രം എന്താണ് എന്ത് ചെയ്യാറുണ്ട്, ആനുവൽ ഫീ ഫൈനൽ അസസ്മെന്റിന് മുമ്പായിട്ട് ആനുവൽ ഫീ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് കമ്മ്യൂണിക്കേഷൻ ചാനൽ, ഏത് അസസ്മെന്റ് ആണോ ഓപ്ഷണൽ എന്നുള്ളത് രണ്ടും നോക്കി.
റീഡ് ചെയ്ത് നോക്കിയോ? റീഡ് ചെയ്തോ? ദെൻ നെക്സ്റ്റ് ആണ് ഫൈനൽ അസസ്മെന്റ് ആണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി ലാബ് എന്ത് ചെയ്തു? പ്രീ അസസ്മെന്റ് ചെയ്തു, ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ വെരിഫൈ ഒക്കെ ചെയ്തിട്ടുണ്ട്, അവർക്ക് വേണ്ട സജഷൻസും കാര്യങ്ങളും കൊടുത്തു. എന്തെല്ലാം മാറ്റങ്ങളാണ് എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളത് കറക്റ്റ് ചെയ്യണം. After the hospital has taken essential corrective action to the non-conformities raised during the pre-assessment. അപ്പോ പ്രീ അസസ്മെന്റിന് മുമ്പ് പ്രീ അസസ്മെന്റ് ഭാഗമായി നമ്മൾ ചെയ്തതിന്റെ ഭാഗമായിരുന്നു നമ്മൾ കണ്ടെത്തിയിട്ടുള്ള പൊരുത്തക്കേടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വേണ്ട കറക്റ്റീവ് ആക്ഷൻസ് എടുക്കണം. അത് എല്ലാ ഹോസ്പിറ്റലും ചെയ്യണമെന്നില്ല, അതൊരു ഓപ്ഷണൽ ആണ്. വിച്ച് ഇസ് ഓപ്ഷണൽ. That shall propose to assessment team for final assessment. In the end, ഒരു ടീമിനെ അസസ്മെന്റ് ടീമിനെ ഫൈനൽ അസസ്മെന്റ് വേണ്ടിയിട്ടുള്ള ടീമിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. However, as previously mentioned, healthcare organization can directly go for finalized assessment without opting for pre-assessment. നേരത്തെ പറഞ്ഞു എന്താണ് ഏതൊരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനും ഫൈനൽ അസസ്മെന്റിലേക്ക് നേരിട്ട് പോകാനായിട്ട് പറ്റും. പ്രീ അസസ്മെന്റിന് മുമ്പേ നമുക്ക് വേണമെങ്കിൽ ഫൈനൽ അസസ്മെന്റിലേക്ക് നേരിട്ട് അത് സ്റ്റെപ്പും അവോയ്ഡ് ചെയ്തിട്ട് നേരിട്ട് ഫൈനൽ അസസ്മെന്റിലേക്ക് പോകാൻ പറ്റും. The total number of the assessor appointed shall be depends on the size of the hospital and the scope of service provided. അപ്പൊ എത്ര നമ്പർ ഓഫ് അസസേഴ്സിനെ അപ്പോയിന്റ് ചെയ്യണം എന്നുള്ളത് ഹോസ്പിറ്റൽസിന്റെ സൈസും സ്കോപ്പ് ഓഫ് സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിന്റെ സ്കോപ്പ് നോക്കിയിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. The date of final assessment shall be agreed upon by the hospital management and assessor. അസസേഴ്സും ഹോസ്പിറ്റൽ മാനേജ്മെന്റും കൂടിയാണ് ഈ ഒരു അസസ്മെന്റിന്റെ ആ ഒരു ഫൈനൽ ഡേറ്റുകൾ ഉറപ്പാക്കുന്നത്. അസസ്മെന്റ് ഷാൽ ബി കണ്ടക്ടഡ് ഓൺ ഓൾ ദ ഫെസിലിറ്റി കവേർഡ് അണ്ടർ അക്രഡിറ്റേഷൻ. അക്രഡിറ്റേഷന്റെ ഭാഗമായിട്ട് കവർ ചെയ്യുന്ന എല്ലാ ഫെസിലിറ്റീസിലും നമ്മൾ എന്ത് ചെയ്യും? അസസ്മെന്റ് കണ്ടക്ട് ചെയ്യും. The assessment reviews the hospital documents, management system and verify its compliance to the NAB standard. നമ്മുടെ അസിസ്റ്റന്റ് ടീം എന്ത് ചെയ്യും? ഹോസ്പിറ്റലിലെ എൻ്റയർ മാനേജ്മെന്റ് സിസ്റ്റം ഡോക്യുമെന്റ്സും കാര്യങ്ങളും വെരിഫൈ ചെയ്യും. എന്നിട്ട് NAB സ്റ്റാൻഡേർഡ് ആയിട്ട് ഇവര് ഓക്കെ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. The documented quality system, പോളിസീസ്, പ്രൊസീജിയേഴ്സ്, അതായത് മാനുവൽസ് എല്ലാം നമ്മുടെ ഡോക്യുമെന്റ്സ് എന്ത് ചെയ്യും? നല്ല രീതിയിൽ ക്രോസ് ചെക്ക് ചെയ്യും. ഷാൽ ബി അസസ്ഡ് ഫോർ ഇംപ്ലിമെന്റേഷൻ ആൻഡ് എഫക്റ്റീവ്നെസ്. നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്ത എന്തെല്ലാം കാര്യങ്ങളാണ്, അത് ഇത്ര എഫക്റ്റീവ് ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതെല്ലാം നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യും. Based on the assessment by the assessor, the assessment report is made. നമ്മൾ ഈ അസസ്മെന്റ് ചെയ്തതിന്റെ ബേസിൽ അസസർ എന്ത് ചെയ്യും? ഒരു അസസ്മെന്റ് റിപ്പോർട്ട് മെയ്ഡ് ചെയ്യും. And upload by the principal assessor in online portal. ഈ ഓൺലൈൻ പോർട്ടലിൽ തന്നെയായിരിക്കും ഈ അസസ്മെന്റ് റിപ്പോർട്ടും എന്ത് ചെയ്യുന്നത്? അപ്ലോഡ് ചെയ്യുന്നത്. The details of non-conformity, എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ അസസ്മെന്റിന്റെ ഭാഗമായിട്ട് അസസർ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ ഒരു റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യും. The details of non-conformity observed during the assessment is visible to the hospital team in the online portal once the principal assessor submits the report. അപ്പോ നമുക്ക് ഹോസ്പിറ്റൽ ടീമിന് ഈ ഒരു ഓൺലൈൻ പോർട്ടൽ വഴി അവര് ഈ റിപ്പോർട്ട് ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ്. അതുവഴി നമ്മുടെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും നോൺ കൺഫോമിറ്റി എന്തെങ്കിലും പൊരുത്തക്കേടുകൾ അസസ്മെന്റ് ടീം കണ്ടിട്ടുണ്ടെങ്കിൽ അത് അവരോട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. അതിന് വേണ്ട നെസസറി ആക്ഷൻസ് അവർ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റ് പറഞ്ഞത് ഫൈനൽ സെലക്ഷൻ ആണ്. ഫൈനൽ അസസ്മെന്റ്. ഫൈനൽ അസസ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മള് എല്ലാ ഹോസ്പിറ്റലും പ്രീ അസസ്മെന്റ് കണ്ടക്ട് ചെയ്യാറില്ല. സപ്പോസ് പ്രീ അസസ്മെന്റ് കണ്ടക്ട് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും നോൺ കൺഫോമിറ്റീസ് പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് പ്രീ അസസ്സർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ കറക്റ്റ് ചെയ്തതിനു ശേഷമാണ് ഫൈനൽ അസസ്മെന്റിലേക്ക് പോവുക. ഫൈനൽ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു അസസ്മെന്റ് ടീം ആയിരിക്കും, ലാബായിരിക്കും അപ്പോയിന്റ് ചെയ്യുന്നത്. അസസ്മെന്റ് ടീമിന്റെ
ടോട്ടൽ നമ്പർ ഓഫ് അസസേഴ്സ് നമ്മളെ ഹോസ്പിറ്റൽ സൈസും സ്കോപ്പും അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫിക്സ് ചെയ്യുന്നത്. നമ്മളെ ഡേറ്റ് ഓഫ് ഫൈനൽ സെലക്ഷൻ എഗ്രി ചെയ്യുന്നത് അസസ്മെന്റ് അസസറും ഹോസ്പിറ്റൽ മാനേജ്മെന്റും കൂടിയാണ്. ഇനി assessment shall be conducted all the facility covered under accreditation. Accreditation ഭാഗമായിട്ട് എല്ലാ ഫെസിലിറ്റീസ് എല്ലാ ഫെസിലിറ്റി ആണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് എല്ലാവർക്കും നമ്മൾ ഈ ഒരു അസസ്മെന്റ് കണ്ടക്ട് ചെയ്യും. അസസ്മെന്റ് ടീം ഹോസ്പിറ്റൽ ഡോക്യുമെന്റ്സും മാനേജ്മെന്റ് സിസ്റ്റം എല്ലാം നമ്മൾ എന്തെങ്കിലും ക്രോസ് ചെക്ക് ചെയ്യും. ലാബ് സ്റ്റാൻഡേർഡ് ഇവര് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കും. അതേപോലെ തന്നെ അവർ ക്വാളിറ്റി ഡോക്യുമെന്റ്സ് മാനുവൽസ് പോളിസീസ് പ്രൊസീജിയേഴ്സ് ഒക്കെ ക്രോസ് ചെക്ക് ചെയ്യും. അതേപോലെ അവർ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങളും ക്രോസ് ചെക്ക് ചെയ്യും. അതിന്റെ എഫക്റ്റീവ്നെസ് ഒക്കെ പരിശോധിക്കും. അതിനുശേഷം മാത്രമായിരിക്കും അസസർ പ്രിൻസിപ്പൽ അസസർ എന്ത് ചെയ്യുന്നത് അസസ്മെന്റ് റിപ്പോർട്ട് ഓൺലൈൻ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റൽ ടീമിന് ഈ ഒരു റിപ്പോർട്ട് ക്ലോസ് ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഹോസ്പിറ്റൽ നമുക്ക് എന്തെങ്കിലും നോൺ കൺഫോമിറ്റി ഉണ്ടെങ്കിൽ അത് ഒബ്സർവ് ചെയ്യാനും അതിന് വേണ്ട നെസസറി സ്റ്റെപ്സ് നമുക്ക് എടുക്കാവുന്നതുമാണ്. ഓക്കെ, എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയേ ഫൈനൽ അസസ്മെന്റ്. Okay, എല്ലാവരും വായിച്ചു. നമ്മൾ നോക്കുന്നത് റിവ്യൂ ഓഫ് അസസ്മെന്റ് റിപ്പോർട്ട് ആണ് കേട്ടോ. അസസ്മെന്റ് റിപ്പോർട്ട് റിവ്യൂ ചെയ്യുന്നത് ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആണ് നോക്കുന്നത്. The hospital shall take necessary corrective action on the non-conformity and upload the requested document as evidence for corrective action for for each non-conformity. നമ്മൾ എന്തെങ്കിലും ഞാൻ പറഞ്ഞല്ലോ പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റീവ് ആക്ഷൻസ് എടുത്തു എന്ന് പറഞ്ഞിട്ട് ഡോക്യുമെന്റ്സ് എവിഡൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. On successful submission of corrective action by the hospital, the same shall be reviewed by the principal assessor. അവർ പറഞ്ഞ നോൺ കൺഫോമിറ്റിനെ കുറിച്ചിട്ട് അവർ കറക്റ്റീവ് ആക്ഷൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ
അത് ആരും റിവ്യൂ ചെയ്യും, പ്രിൻസിപ്പൽ അസസറും റിവ്യൂ ചെയ്യും. Healthcare organization can avail only few cycles of corrective action on non-conformity. അപ്പോൾ ഒരു അസസ്മെന്റിന്റെ ഭാഗമായിട്ട് അവർക്ക് 2 പ്രാവശ്യമേ ഈ തെറ്റ് തിരുത്താനായിട്ടുള്ള അവസരം ലഭിക്കുള്ളൂ. 2 cycles of corrective action ലഭിക്കുള്ളൂ. After satisfactory corrective action is taken by the hospital, ഈ ഹോസ്പിറ്റല് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ളൊരു ആക്ഷൻ ടേക്ക് ചെയ്തതിനു ശേഷം the accreditation committee examining the assessment report. അതിനുശേഷമായിരിക്കും accreditation committee എന്ത് ചെയ്യുന്നത്, assessment report examine ചെയ്യുന്നത്. Further informed and received for the hospital and consequent verification. അപ്പോൾ ഇനി ഫർദർ ആയിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടാൻ വെരിഫൈ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ വെരിഫിക്കേഷന്റെ മറ്റ് മേഖലകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉള്ളത് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. Accreditation committee shall make appropriate recommendation regarding accreditation of the hospital healthcare organization. എന്നിട്ട് accreditation committee എന്ത് ചെയ്യും, appropriate recommendation കാര്യങ്ങളും കൊടുക്കും. accreditation related ആയിട്ട് healthcare organization വേണ്ട recommendation കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മൾ പറഞ്ഞത് റിവ്യൂ ഓഫ് അസസ്മെന്റ് റിപ്പോർട്ട് ആണ്. നമ്മൾ അസസ്മെന്റ് റിപ്പോർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്രിൻസിപ്പൽ അസസർ. സോ നമ്മളത് എന്ത് ചെയ്യും, അത് നമ്മൾ വെരിഫൈ ചെയ്യും, ക്രോസ് ചെക്ക് ചെയ്യും. അതിൽ എന്തെങ്കിലും നോൺ കൺഫോമിറ്റി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, പൊരുത്തക്കേടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നാം സ്റ്റാൻഡേർഡ് നമ്മുടെ സ്റ്റാൻഡേർഡ് നമ്മൾ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യും. കറക്റ്റീവ് ആക്ഷൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എവിഡൻസ് നമ്മൾ എന്ത് ചെയ്യും, ഡോക്യുമെന്റ്സും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യും. ദെൻ ഇങ്ങനെ നമ്മൾ അപ്ലോഡ് ചെയ്തതിനു ശേഷം പ്രിൻസിപ്പൽ അസസർ ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്യും. അപ്പോൾ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് 2 പ്രാവശ്യം മാത്രമേ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കാനായിട്ട് പറ്റുള്ളൂ. സാറ്റിസ്ഫാക്ടറി ആണ് കറക്റ്റീവ് ആക്ഷൻസ് എടുത്തതെങ്കിൽ അക്രഡിറ്റേഷൻ കമ്മിറ്റി എക്സാമിൻ ചെയ്യും. അസസ്മെന്റ് റിപ്പോർട്ട് ഒന്നുകൂടി എക്സാമിൻ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യും, ഹോസ്പിറ്റൽസിന് കൂടുതലായിട്ട് വെരിഫിക്കേഷൻ പർപ്പസിന് വേണ്ടി മറ്റുള്ള ഇൻഫർമേഷൻ കാര്യങ്ങളും പാസ് ചെയ്യും. ദെൻ അക്രഡിറ്റേഷൻ കമ്മിറ്റി ഷാൽ മേക്ക് അപ്രോപ്രിയേറ്റ് റെക്കമെൻഡേഷൻ. അക്രഡിറ്റേഷൻ കൊടുക്കണോ വേണ്ടയോ എന്നുള്ള റെക്കമെൻഡേഷൻ കൊടുക്കും. ഓക്കെ, ഒരു ഹോസ്പിറ്റൽ കെയർ ഓർഗനൈസേഷൻ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് അക്രഡിറ്റേഷൻ കൊടുക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനത്തിലേക്ക് അക്രഡിറ്റേഷൻ കമ്മിറ്റി എത്തും. ഓക്കെ, എന്താണ് റിവ്യൂ ഓഫ് അക്രഡിറ്റേഷൻ മനസ്സിലായോ? വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കിയോ? ഇത് ഓരോന്നും ഓരോ സ്റ്റെപ്സ് ആയിട്ടാണ് പോകുന്നത് കേട്ടോ. ഒരു അപ്ലിക്കേഷൻ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു സ്റ്റെപ്സ് ആണ്. അപ്പൊ നമ്മള് റിവ്യൂ ഓഫ് അസസ്മെന്റ് റിപ്പോർട്ട് വരെയാണ് എടുക്കുന്നത്. ദെൻ ഇനി വരുന്ന സ്റ്റെപ്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നന്നായിട്ടൊന്ന് റീഡ് ചെയ്തിട്ട് വരാം. അപ്ലിക്കേഷൻ പ്രൊസീജിയർ എന്താണ്, ടൈപ്സ് ഓഫ് അസസ്മെന്റ് കണ്ടക്ടഡ് ബൈ NAB, ദെൻ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചാനൽ, അസസ്മെന്റ്സ്, ഫൈനൽ അസസ്മെന്റ്, റിവ്യൂ ഓഫ് അസസ്മെന്റ് റിപ്പോർട്ട്. ഓക്കെ, കാര്യങ്ങൾ നോക്കില്ലേ? അപ്പോൾ താങ്ക് യു ഓൾ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.